മാസപ്പടി കേസിലെ വിജിലൻസ് കോടതി വിധി തന്റെ നിയമ പോരാട്ടത്തിനേറ്റ തിരിച്ചടിയെന്ന് മാത്യു കുഴൽനാടൻ എം.എൽ.എ. കോടതിയുടെ കണ്ടെത്തലുകളോട് വിനയപൂർവ്വം വിയോജിക്കുന്നു. പിണറായി വിജയന്റെ കുടുംബത്തോട് വ്യക്തിവിരോധമില്ലെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കുഴൽനാടൻ വ്യക്തമാക്കി. തീർച്ചയായിട്ടും നിരാശാജനകമായ ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്രതീക്ഷിതമായിരുന്നു. ഇങ്ങനെയൊരു വിധി പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് ശരിയാണ്. ജഡ്ജ്മെന്റ് പാസ്സാക്കിയ കോടതിയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി ആ ജഡ്ജ്മെന്റിലെ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ റീസണിങ് അതിനോട് വിനയപൂർവ്വം ഞാൻ അതിനോട് വിയോജിക്കുകയാണ്. ഞാൻ മുന്നോട്ട് തന്നെ പോകും. ഈ ജഡ്ജ്മെന്റിന് എനിക്ക് വിയോജിപ്പുള്ള ഭാഗങ്ങൾ രേഖപ്പെടുത്തി ഞാൻ അപ്പീൽ മൂവ് ചെയ്യുന്നതായിരിക്കും. അതേസമയം കുഴൽനാടന് പിന്തുണ അറിയിച്ച് കെ സുധാകരൻ രംഗത്തെത്തി. കോടതിയുടെ വാക്ക് അവസാന വാക്കല്ലെന്നും കേസുമായി മുന്നോട്ടു പോകുമെന്നും കെ സുധാകരൻ പറഞ്ഞു. തിരിച്ചടിയൊന്നുമില്ല, അതിനൊക്കെ വകുപ്പും കാര്യങ്ങളൊക്കെ വേറെയുണ്ട്. അതിന്റെ നിയമവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കോടതിയുടെ വാക്ക് അവസാനത്തെ വാക്കല്ലല്ലോ. നമ്മൾ എത്ര കോടതിയുടെ വാക്ക് കേൾക്കുന്നുണ്ട്, പക്ഷെ അതെല്ലാം തിരിച്ച് എത്ര കേസുണ്ട്. അതൊക്കെ അദ്ദേഹം അതൊക്കെ നടത്താനുള്ള പക്വതയും പരിജ്ഞാനവും ഒക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനാണ്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസം മാത്യു കുഴൽനാടനോടില്ല. അതേസമയം മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വ്യക്തിഹത്യ നടത്താനുള്ള ശ്രമം കോടതിയിൽ തകർന്നെന്ന് LDF കൺവീനർ ഇ.പി. ജയരാജൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രിയെ തകർക്കാൻ കഴിയുന്നില്ല. മുഖ്യമന്ത്രിയുടെ കുടുംബം ഇരിക്കട്ടെ, ഇങ്ങനെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെയും കുടുംബാംഗങ്ങളെയും വ്യക്തിഹത്യ നടത്താൻ നിങ്ങൾ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെല്ലാം കോടതിയുടെ മുമ്പാകെ തകർന്നില്ലേ? എനിക്ക് തോന്നുന്നു മാത്യു കുഴൽനാടൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പ്രമാദിത്വം സ്ഥാപിച്ചെടുക്കാൻ അതിനുവേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അധരവ്യായാമം ഇതെല്ലാം തകർന്നടിഞ്ഞില്ലേ? കോടതിയിൽ പോയി കേസ് നടത്തി വാദിക്കാൻ നടക്കുന്ന ഈ ശല്യക്കാരനായിട്ടുള്ള ഒരാളെ മാറിയില്ലേ? ഈ നാടിന് തന്നെ അവമാനമല്ലേ? യഥാർത്ഥത്തിൽ കുഴൽനാടൻ MLA സ്ഥാനം രാജിവെക്കണം. അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളോട് മാപ്പപേക്ഷിക്കേണ്ട അവസരമാണിത്. അല്ലമീൻ തൊട്ടുമുക്കാണ് വിവരങ്ങളുമായി തുടരുന്നത്. അല്ലമീൻ, ഇന്നലെയാണ് വിജിലൻസ് കോടതിയുടെ വിധി ഉണ്ടായത്. ഇന്നാണ് ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമങ്ങളെ കണ്ട് പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഈ നിയമ നടപടി തുടരുമെന്ന് പറയുമ്പോൾ എന്താണ് ഇനി അദ്ദേഹം തുടർന്ന് സ്വീകരിക്കാൻ മറ്റ് മേൽക്കോടതികളെ സമീപിക്കുമെന്നാണ് അറിയിക്കുന്നത്? അങ്ങനെ തന്നെയാണ് കുഴൽനാടൻ വ്യക്തമാക്കുന്നത്. കാരണം കോടതി വിധിയിൽ നിലവിലെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ നടപടിയിൽ വലിയ നിരാശയുണ്ട്. പക്ഷേ തൻ്റെ ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. സമർപ്പിക്കാവുന്ന രേഖകൾ, അതായത് 28ഓളം ഡോക്യുമെന്റ്സ് ആണ് കോടതിയുടെ പരിഗണനയ്ക്കായി സമർപ്പിച്ചത്. അതിൽ താൻ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയെയും മകളെയും ശിക്ഷിക്കണമെന്നുള്ളതല്ല, മറിച്ച് ഈ വിഷയത്തിൽ അഴിമതിയുണ്ടോ എന്നൊരു അന്വേഷണം നടത്തണമെന്ന ആവശ്യമായിരുന്നു താൻ മുന്നോട്ട് വെച്ചത്. അതുപോലും പരിഗണിക്കാനാവില്ല എന്നുള്ള കോടതിയുടെ നിലപാടിൽ അതീവ ദുഃഖമുണ്ട്. അത് അപ്രതീക്ഷിതമായിരുന്നു, അത് നിരാശാജനകമാണ് എന്ന് മാത്യു കുഴൽനാടൻ പറയുന്നു. ഏതായാലും നിയമ പോരാട്ടം തുടരുമെന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് പാർട്ടിയുടെ പിന്തുണ അക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം ഈ മാസപ്പടി വിവാദം ആദ്യം കുഴൽനാടൻ നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ അതിന് പൂർണ്ണാർത്ഥത്തിലൊരു പിന്തുണ ലഭിച്ചിരുന്നില്ല. പിന്നീട് അത് നേരിയ തോതിലെങ്കിലും ഒരു വിവാദത്തിലേക്കൊക്കെ നീങ്ങുകയും ചെയ്തിരുന്നു. പിന്നീടാണ് നേതൃത്വവുമായി കൂടിയാലോചിച്ച് നിയമ പോരാട്ടത്തിലേക്ക് മാത്യു കുഴൽനാടൻ ഇറങ്ങുമ്പോഴും ഒരർത്ഥത്തിൽ അതൊരു ഒറ്റയാൾ പോരാട്ടത്തിന് തുല്യമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കോടതിയിൽ സമർപ്പിച്ച രേഖകളും തെളിവുകളും ഒന്നും അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് പര്യാപ്തമല്ല എന്നുള്ളതാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ നടപടിയും കണ്ടെത്തലും. അതിനെ മറികടത്ത് മറ്റൊരു തലത്തിലേക്ക് പോകുമ്പോൾ, മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ കൂടുതൽ എന്തെങ്കിലും തെളിവുകൾ കുഴൽനാടന് സമർപ്പിക്കാനാകുമോ എന്നുള്ളതിലും വ്യക്തതയില്ല. കാരണം കയ്യിലുള്ള തൻ്റെ പക്കലുള്ള എല്ലാ രേഖകളും സമർപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹം അവകാശപ്പെട്ടതും അദ്ദേഹം പറഞ്ഞതും. സ്വാഭാവികമായും ഇനിയൊരു കോടതിയിലേക്ക് പോയാലും ഇതിനപ്പുറത്തേക്ക് രേഖകൾ കുഴൽനാടൻ സമർപ്പിക്കാൻ സാധ്യതയില്ല. ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു അന്വേഷണം പ്രഖ്യാപിക്കൽ ഉണ്ടാകുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സ്വാഭാവികമായി ആ വിഷയത്തിൽ കൂടുതൽ നിയമോപദേശമൊക്കെ ലഭിച്ചതിന് ശേഷമായിരിക്കും, തേടിയതിനു ശേഷമാകും ഇതിലേക്കൊരു ഫർദർ സ്റ്റെപ്സ് കുഴൽനാടൻ എടുക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതുവരെ നടത്തിയ പോരാട്ടത്തിന് പ്രതിപക്ഷ നേതാവിൻ്റെയും KPCC അധ്യക്ഷൻ്റെയും ഒക്കെ പിന്തുണയുണ്ട് എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. പക്ഷേ അപ്പോഴും കുഴൽനാടൻ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിവാദം, കുഴൽനാടൻ തന്നെ സജീവമായി രാഷ്ട്രീയ മണ്ഡലത്തിൽ ചർച്ചയാക്കി നിർത്തിയിരുന്ന ഒരു വിവാദം, അദ്ദേഹം തന്നെ നിയമ നടപടിയിലേക്ക്, രാഷ്ട്രീയ പോരാട്ടത്തിനപ്പുറത്തേക്ക് നിയമ പോരാട്ടത്തിലേക്ക് കൂടി കാര്യങ്ങൾ വഴി തുറന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ആ വിഷയം പൊളിഞ്ഞു വീഴുമ്പോൾ അത് ചെറിയ തിരിച്ചടിയല്ല കുഴൽനാടനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. അത് ഈ വിഷയത്തിലും അതുപോലെ തന്നെ കുഴൽനാടനെ സംബന്ധിച്ചും ഒരു വലിയ തിരിച്ചടിയാണ്. ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ ഒരു ആയുധവുമായി മാറുകയാണ്. പ്രതിരോധിക്കാൻ പറ്റിയ ഒരു അവസരമായി ഇതിനെ അവർ മുതലാക്കുകയും ചെയ്യും. അതിനെ മറികടക്കാൻ ഇനി മേൽക്കോടതിയിലേക്ക് പോയാൽ സാധിക്കുമോ, അങ്ങനെ പോകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. അവശേഷിക്കുന്ന ചോദ്യവും അതാണ്. ഓക്കെ, അല്ലമീൻ തൊട്ടുമുക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.